തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന നഗരസഭയാണ് കൂത്താട്ടുകുളം. അവിശ്വാസ പ്രമേയത്തിലൂടെ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സിപിഐഎം പ്രതിക്കൂട്ടിലായ തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിന് പിന്നാലെയാണ് നഗരസഭാ ഭരണം കോൺഗ്രസിന് ലഭിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരിയിലുണ്ടായ തട്ടിക്കൊണ്ടുപോകൽ വിവാദവും പിന്നാലെ ഓഗസ്റ്റിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിലുമാണ് കൂത്താട്ടുകുളം നഗരസഭാ ഭരണം സിപിഎമ്മിന് നഷ്ടപ്പെട്ടത്. കാലാവധി അവസാനിക്കാനിരിക്കെ മാസങ്ങൾക്ക് മുൻപ് നടന്ന അട്ടിമറി ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂത്താട്ടുകുളം നഗരസഭ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. 25-അംഗ കൌൺസിലിൽ LDF 13, UDF 11, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനിര. സിപിഐഎം വിമത കമല രാജുവും സ്വതന്ത്ര അംഗം സുനിൽകുമാറും UDF-നൊപ്പം നിന്നതോടെ LDF-ന് ഭരണം നഷ്ടമായി. 11-നെതിരെ 13 വോട്ടുകൾക്കായിരുന്നു UDF വിജയം. കലാരാജുവിനെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. സിപിഐഎം ബന്ധം ഉപേക്ഷിച്ച കലാരാജു ഇക്കുറി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും സാധ്യതയുണ്ട്. UDF ഇത്തവണ തീർച്ചയായും കൂത്താട്ടുകുളം നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കും. കാരണം LDF കഴിഞ്ഞ 4.25 വർഷം തെറ്റായ നിലപാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. 4.25 വർഷവും ജനങ്ങളെ അവർ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ വിവാദവും സിപിഎമ്മിനെതിരെ ഉന്നയിച്ച ആരോപണവും പ്രചാരണമാക്കാനാണ് UDF-ന്റെ നീക്കം. കൂടാതെ വാർഡ് വിഭജനവും UDF-ന് ആത്മവിശ്വാസം പകരുന്നു. എന്നാൽ ഭരണം തിരിച്ചു കിട്ടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സിപിഐഎം. കലാരാജുവിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് കോൺഗ്രസ് വഴങ്ങുകയും അത് കൂത്താട്ടുകുളത്തെ പൊതുവായ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി അനുഭവിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂത്താട്ടുകുളം നഗരസഭയിൽ അധികാരത്തിൽ വരും. കലാരാജുവിനെതിരായ കുടുംബശ്രീ പദ്ധതിയിലെ 13 ലക്ഷം രൂപയുടെ സാമ്പത്തിക തിരിമറി ആരോപണം തിരഞ്ഞെടുപ്പിൽ ഉയർത്താനാണ് സിപിഐഎം നീക്കം. വാർഡ് വിഭജനം വന്നതോടെ നിലവിൽ 25 ഡിവിഷനുകളുള്ള കൂത്താട്ടുകുളം നഗരസഭയിൽ 26 ആകും. വളപ്പ് എന്ന പുതുതായി പേര് വന്നത് ഡിവിഷൻ 21-നാണ്. ചുറ്റുമുള്ള വാർഡുകളിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പുതിയ ഡിവിഷൻ രൂപീകരിച്ചത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.